പാലൊരു 18 to 20 കിട്ടും. 18 to 20. 100%. 100%. അത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി. 2 പല്ല് കിടാരിയാണ്. 2 പല്ല് കിടാരിയാണ്. പക്ഷേ അത്യാവശ്യം നല്ല പശുവാണ്. ജെൻസാണ്. മനസ്സിലാ നിങ്ങൾ എടുത്തു തരുന്ന പശുക്കൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? 100%. എന്ത് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്? പാലിന് ഗ്യാരണ്ടി കൊടുക്കും. പാലിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പാലിന് മാത്രമല്ലേ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ, ജീവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. പാലിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. 100%. സാധാരണ ഒരു കച്ചവടക്കാരനും പറയാൻ സാധാരണ പാലിന് നമ്മൾ 2-3 ലിറ്റർ കമ്മിയാക്കി പറഞ്ഞാൽ പോരെ. 85 രൂപ. 85 ചോദിക്കുന്നു. ചേട്ടനായിട്ട് എത്ര എടുത്ത് കൊടുക്കാം? എന്തെങ്കിലുമൊക്കെ വില വെച്ചിട്ട് അവരെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മള് വീഡിയോയിൽ ഇപ്പോൾ അത് വില പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഏകദേശം എന്തെങ്കിലും ചെറിയ വണ്ടിക്കൂലി കമ്മിയായി കൊടുക്കും. ഒരു 80 നോക്കുക. ആ സമയത്ത് തന്നെ പറയാം. ആ സമയത്ത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ വില പറയൂലേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിന്റെ വില എന്നോട് പറഞ്ഞത് ഞാൻ അതിൽ 10 രൂപ കമ്മിയാക്കി പറഞ്ഞ അവന് നാളെ അത് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെ ഞാൻ അവന് തമ്മിൽ ഒരു അലൈൻമെന്റ് തെറ്റില്ലേ? ഓക്കെ, ശരി. അപ്പൊ വരുവാണെന്ന് നേരിട്ട് വരാണെന്ന് നമ്മളെ കാറപ്പിൽ മാക്സിമം കമ്മിയാക്കി കൊടുക്കും. നല്ല ബ്രീഡിൽ നല്ല തീറ്റ കൊടുത്ത് വളർത്തിയ കർഷകന്റെ നല്ല ദേഹത്ത് കാണാറുണ്ട്. നല്ല മേനിയിലുള്ള പശു അല്ലേ? നല്ല ബ്രീഡ്, നല്ല മേനിലുള്ള പശു. ക്രോസ് HF ക്രോസ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് സാധാരണ കാമ്പിനൊക്കെയാണ് ഗ്യാരണ്ടി വരുന്നത്. നമ്മൾ പക്ഷേ പാലിന് ഗ്യാരണ്ടി പറയും. ഈ പറഞ്ഞ 18 to 20 കുറയത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഇതാണ് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസിന്റെ ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ പശുവിന്റെ ആരോഗ്യവും കാമ്പും എല്ലാം തന്നെ ഉറപ്പാട് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ. അങ്ങനെ നോക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. അതെ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ? അതെ, ഉറപ്പായിട്ടും. ഓക്കെ, ഇതൊക്കെ കണ്ടല്ലോ. ഒരു 85 ചോദ്യം. ഇത് കടിഞ്ഞൂലാണ്. ഒരു 20 ദിവസം അല്ലേടാ? 20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. 20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. 5 ദിവസം കഴിഞ്ഞാൽ അത് 18 to 20 പാല് ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ വലിപ്പാണ്. ആ മുതുകന്റെ ഇത് കണ്ടില്ലേ? ആ വീതി കണ്ടില്ലേ? അതെ, നല്ല താടി കുഴപ്പം, താടി കാര്യങ്ങള്, മണ്ടവിരിവ്, അതൊക്കെയാണ് നമ്മൾ നോക്കുക. അതിന്റെ മസിൽ പവറുകള്, ഇതിന്റെ ഈ കൂഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ഒട്ടിയിട്ടില്ല. അതെ, നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൊടുത്തിട്ട് വളർത്തുന്നു. അതെ, നമുക്ക് ചെറിയൊരു വീടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പശു നല്ല തന്നെ കിട്ടും അല്ലേ? വലിയ വീടുകളിലേ ഉണ്ടാവുള്ളൂ. അതെ, നല്ല കുട്ടിയെ കൊടുന്ന് വളർത്തിയിട്ട് 4 മാസം കുത്തി വെച്ചിട്ട് അതാക്കിയിട്ട് പിന്നെ അത് 8-8.5 മാസം ആകുമ്പോൾ നമ്മളെ വിളിച്ച് പറയും ഇത് കൊടുക്കാണ്ട്. അപ്പൊ നമ്മൾ വന്നിട്ട് ഇതേപോലെ ആവശ്യക്കാരുള്ള ഇതേമാതിരി ഗ്രാമത്തിൽ ഓടാൻ നമുക്ക് വണ്ടികളും സൗകര്യങ്ങളും പരിചയം വേണം, വഴി പരിചയം വേണം. അല്ല, ചുമ്മാ വന്നിട്ട് യഥാർത്ഥത്തിൽ ഒരാൾ വന്നിട്ടൊന്നും ഇവിടെ വന്ന് കച്ചവടം നടക്കത്തില്ല. ഇവരത് മൈൻഡേ ചെയ്യില്ല, നടക്കില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ നല്ലൊരു പശു കേട്ടോ. കൊണ്ടുപോകുക. ഒരു 85 ചോദ്യം ഉണ്ട്. കടിഞ്ഞൂലാണ്. 85 ചോദ്യമാണ്. അതാണ് 85 ചോദ്യം. നല്ല ബ്രീഡിൽപ്പെട്ട, നല്ല ഇനത്തിൽപ്പെട്ട, നല്ല ആരോഗ്യമുള്ള പശു. കടിഞ്ഞൂല്.